നമസ്തേ. സുഭാഷിതം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഇവിടെ ഒരാൾ സ്വയം ഉയർത്താനാണ് ശ്രമിക്കേണ്ടത്, ഒരിക്കലും അവനവനെ താഴ്ത്താൻ ശ്രമിക്കരുത്. നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. അപ്പോൾ അവരവരെ താഴ്ത്തിക്കെട്ടുന്നതായ ഒരു പ്രവർത്തനത്തിലും ആരും ഇടപെടാൻ പാടില്ല. അവരവരെ തന്നെ ഉയർത്തുക, അതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിലുള്ള വ്യക്തിത്വമാണെങ്കിലും നമ്മളിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ താഴ്ത്തിക്കെട്ടുക നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മളെ തന്നെ ഉയർത്തുകയാകാവൂ. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്, നമ്മുടെ മിത്രവും നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ശത്രുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. കാരണം ഈ പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ആരെങ്കിലും ശത്രുതയുണ്ട് എന്ന് പറഞ്ഞാൽ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ നമ്മളെന്നെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളവരെ നമ്മൾ ശത്രുക്കളായി മാറും. മിത്രവും നമ്മളെ ബന്ധുവും ശത്രുവും ഒക്കെ ആരാണ്? നമ്മൾ തന്നെയാണ് നമുക്ക് ബന്ധുവും ശത്രുവും. ഇപ്പം ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവണമെങ്കിൽ, മിത്രങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ, സഖാക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തി അത്തരത്തിലുള്ളതാണെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബന്ധുവും ശത്രുവും നമ്മൾ തന്നെയാണ്, മറ്റാർക്കും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. നമസ്തേ.